+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യ അലോട്ട്മെന്റിലെ 1ാം ഘട്ടവും 2ാം ഘട്ടവും പൂർത്തിയായി. ഇനി തേർഡ് അലോട്ട്മെന്റ് ആണ് വരാനിരിക്കുന്നത്. 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഒരുപാട് വിദ്യാർത്ഥികൾ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ പ്രവേശനം നേടിക്കഴിഞ്ഞു. താൽക്കാലികമായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3ാം ഘട്ട അലോട്ട്മെന്റ് വരുമ്പോൾ ഏത് സ്കൂളിലാണോ അവർക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ സ്കൂളിൽ അവർ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി 3ാം ഘട്ട അലോട്ട്മെന്റിൽ ചില കുട്ടികൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോലും അഡ്മിഷൻ വന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരും. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അവർ ചെയ്യേണ്ടത് നിലവിൽ ഏതൊക്കെ സ്കൂളിലാണോ വേക്കൻസി ഉള്ളത്, ഏതൊക്കെ സ്കൂളിലാണോ ഒഴിവുകൾ ഉള്ളത്, അങ്ങനെ സ്കൂളുകൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷനുകളിൽ ചില തിരുത്തലുകൾ വരുത്തുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള വിദ്യാലയങ്ങളിലെ ഒഴിവുകൾ മനസ്സിലാക്കി അവിടത്തേക്ക് വീണ്ടും അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്, 2ാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് 3ാം ഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ അല്ലെങ്കിൽ ഓപ്ഷനോ കിട്ടിയില്ല എങ്കിൽ വീണ്ടും താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. ഇനി അത് സാധിക്കില്ല. മുഖ്യ അലോട്ട്മെന്റിലെ 3ാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ വരുന്നത് ആ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ ജോയിൻ ചെയ്യേണ്ടതാണ്, അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പിന്നീട് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടില്ല. അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഈ സ്ട്രീമിൽ തന്നെ പുറത്തായി പോകും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് ലഭിച്ചേക്കാം. സ്കൂൾ ട്രാൻസ്ഫറോ കോമ്പിനേഷൻ ട്രാൻസ്ഫറോ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു സ്കൂളിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും.